ഇത്രയധികം ഭക്തജനങ്ങളാണ് ഈ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപ് ക്ഷേത്ര ദർശനം പ്രതീക്ഷിച്ചതാണല്ലേ? ക്ഷേത്ര ദർശനം നടത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം പൊങ്കാല ഇടാൻ, അല്ലെങ്കിൽ അനുവാദം വാങ്ങിച്ചിട്ട് വേണം പൊങ്കാല ഇടാൻ. അവർക്ക് ദൃഢനിശ്ചയമുണ്ട്. അതായത് എന്തായാലും എത്ര വാരി നിന്നിട്ടാണെങ്കിലും ദേവി കണ്ടേ മടങ്ങുള്ളൂ എന്നൊരു ദൃഢനിശ്ചയമുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. അവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനടക്കം പോകുമ്പോൾ അവർ അത്രയും നേരം പുലർച്ചെ 3 മണിക്കൊക്കെ വരി നിന്നിട്ടാണ് ഈ ദേവി ഒന്ന് കണ്ടു മടങ്ങുന്നത്. കാരണം ഇനി ഇവിടെയുള്ളവർക്കൊന്നും അവിടെ അമ്പലത്തിൽ പോയി തിരിച്ചു വരിക അത്ര പ്രായോഗികമല്ല അല്ലെ? വലിയ ഗതാഗത തടസ്സമുണ്ട്. അത് വാഹനങ്ങൾ അവിടെ എത്താനുള്ള മിക്കവരും ഇത്രയും ദിവസത്തിന് മുൻപ് തന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വ്രതമൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം അവിടെ നിൽക്കുന്ന ആ ക്യൂവിൽ നിൽക്കുന്നതിൽ മിക്കവരും ഉറക്കെ മന്ത്രം ചൊല്ലുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറഞ്ഞ് അത്ര വലിയൊരു ഭക്തിയുടെ നിറവിലാണ്, അല്ലെങ്കിൽ ആ ഭക്തിയുടെ നിറവിന്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലെ മേഘന? അതെ, ഇല്ലെങ്കിലും പ്രശ്നമാകും. അത് കാരണം ഇപ്പോ ഈ ഗതാഗതം ഒക്കെ ഉണ്ടല്ലേ, KSRTC ബസ്സും ചെറിയ ഓട്ടോറിക്ഷയും ഒക്കെ പോകുന്നുണ്ട്. ഈ ചേച്ചിമാരൊക്കെ പൊങ്കാലയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ചേച്ചിയോട് ചോദിക്കാം അല്ലേ, ഇതെന്താ ചേച്ചി, എന്താ പേര്? എവിടുന്നാ വരുന്നേ? കൊല്ലം. എന്താ ഇപ്പോ തയ്യാറാക്കാൻ പോകുന്നത്? പായസം. ആദ്യം തേങ്ങ ചിരകും അല്ലേ? ചിരകിക്കൊണ്ടാണോ വന്നേ? അല്ലല്ല, ഞങ്ങൾ ഇന്നലെ വന്നതാ. അപ്പൊ ഇവിടെ വന്നിട്ടാണോ ചിരക്കി? ആ. എന്താ ചേച്ചി പേര്? ജയ. അങ്ങ് കൊല്ലത്തുനിന്ന് വരുന്നത്. നാന്ന് പായസം. അപ്പം പായസം മാത്രമാണോ ഇന്ന്? എത്ര വർഷമായിട്ട് വരുന്നു? ഞാൻ ആദ്യമായിട്ട് വരിക. ഞാൻ 3-4 വർഷം കൊണ്ട് വരുന്നു. അപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണോ? ഞങ്ങൾ 3 പേര്. ഓക്കെ, അപ്പൊ നടക്കട്ടെ. അങ്ങനെ പ്രേക്ഷക വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ നമ്മുടെ പല വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പണിപ്പുരയിലാണ് ഇപ്പോൾ. കുറച്ചിതാ ഈ റോഡൊക്കെ ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ട്, അതാണ് നേരത്തെ പറഞ്ഞു വന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന വാഹനങ്ങളൊന്നും ഇതിലെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ഭക്തജനങ്ങളെ കൊണ്ട് നിറയുന്ന ഈ തമ്പാനൂർ അടക്കമുള്ള പ്രദേശങ്ങളാവും. മാത്രമല്ല ഇവിടെ നിന്നുള്ള ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുള്ളവരൊക്കെ വെള്ളം ശേഖരിക്കാനൊക്കെ ഈ അടുത്തൊക്കെ പോകുന്നുണ്ട്. കാരണം അവിടെ ഒരിടത്ത് കുക്കിംഗ് നടപ്പുണ്ട് മേഖല. അപ്പൊ ഈ വരുന്ന ഭക്തർക്കായിട്ട് ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുണ്ട്. വിവിധ അസോസിയേഷനുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള തേങ്ങയൊക്കെ തിരക്കി കൊടുക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ കണ്ടു. അപ്പൊ നമുക്കിനി ശ്രീകാന്തിലേക്ക് പോകാം. കൂടുതൽ വിശദാംശങ്ങൾ ശ്രീകാന്ത് നൽകും. അതെ, ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഭക്തിയുടെ നിറവിൽ അതിന്റെ കൊടുമുടിയിലാണ് ശ്രീകാന്ത് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെയാണ് ഇപ്പോൾ ശ്രീകാന്ത് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ഗുഡ് മോർണിംഗ് പ്രവിത. ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഗൗരീവന്ദനം. ഇതൊരു പ്രധാനപ്പെട്ട സ്പോട്ടാണ്. നമ്മുടെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ഒക്കെ പൊങ്കാലയിടാൻ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗൗരീവന്ദനം. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഈ ദൃശ്യങ്ങളിലേക്ക് പ്രവിത ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ഭക്തിയുടെ നിറവിലാണ് ഈ ആറ്റുകാൽ പരിസരം ഒന്നാകെ തന്നെ, ക്ഷേത്ര പരിസരം. അത് ആറ്റുകാൽ മാത്രമല്ല, തലസ്ഥാന നഗരം ഒന്നാകെ തന്നെ ഭക്തിയുടെ നിറവിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഐതിഹ്യപരമായി വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത്. കാരണം അത് കേരളവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, തമിഴ്നാട് കൂടി ചേരുന്ന ആ ഒരു ഐതിഹ്യത്തിന്റെ പിൻബലമുള്ള ക്ഷേത്രമാണ് ആറ്റുകാൽ. കാരണം ഈ മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ആറ്റുകാൽ ക്ഷേത്രം, ആറ്റുകാൽ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് അത് ആറ്റുകാൽ അമ്മച്ചിയാണ്. കാരണം ഈ പപ്പനാവനും ആറ്റുകാൽ അമ്മച്ചിയുമാണ് ഈ തിരുവനന്തപുരംകാരുടെ തലസ്ഥാനവാസികളുടെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ആറ്റുകാൽ അമ്മച്ചിയുടെ പൊങ്കാലയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ കണ്ണകി ഈ മധുരാ നഗരി ചുട്ടരിച്ച് തന്റെ കണ്ണിൽ നിന്നും, തന്റെ ക്രോധം കൊണ്ട് തന്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയാൽ മധുരാ നഗരം ചുട്ടരിച്ചതിന് ശേഷം ദേവി ആശ്വസിപ്പിക്കാനായി ജനങ്ങൾ പൊങ്കാലയർപ്പിച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസം. മറ്റൊന്ന്, അടുത്തത് വരുന്നത് മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണത്രേ സ്വീകരിച്ചത്. അങ്ങനെ ഒരു വിശ്വാസം കൂടിയുണ്ട് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്. പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിന്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പം വിശ്വാസികൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഐതിഹ്യപരമായി നോക്കിയാൽ വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രം. അവിടുത്തെ പൊങ്കാല, അവിടെ സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന ഒരേ ഒരു ക്ഷേത്രം അതൊരു പക്ഷേ ആറ്റുകാൽ തന്നെയായിരിക്കും. ഇവിടുത്തെ ഇന്നത്തെ ചടങ്ങുകൾ പറയുകയാണെങ്കിൽ രാവിലെ 10:15 അടുപ്പുവിട്ട് 9:45 ശുദ്ധ പുണ്യാഹത്തോടെ ആയിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം കണ്ണകി ചരിതത്തിൽ
പാണ്ഡ്യരാജാവിന്റെ വധം പരാമർശിക്കുന്ന ഭാഗം തോറ്റംപാട്ടുകാർ ആലപിച്ചാലുടൻ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ പകരും. ഉച്ചയ്ക്ക് 1:45 പൊങ്കാല നിവേദിക്കും. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽ കുത്ത് നടക്കും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തുണ്ടാവും. നാളെ രാവിലെ 5 പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്തുണ്ടാകും. രാത്രി 10 കാപ്പഴിക്കും. അങ്ങനെയാണ് ഉത്സവത്തിന് അവസാനം കുറിക്കുന്നത്. എന്തായാലും മഹാക്ഷേത്രത്തിലെ വലിയ ഉത്സവം, ആഘോഷം അത് ദേ ഈ ദൃശ്യങ്ങളിൽ നമുക്കും കാണാൻ സാധിക്കും. ശ്രീകാന്ത് ആണ് വിവരങ്ങൾ നൽകിയത്. ഇതാ ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ഒരമ്മയെ നമുക്ക് പരിചയപ്പെടാം. അതെ, അമ്മ എന്താ പേരെന്താ? കെ സുഭാഷിണി. നമ്മളോട് ഇതിന് മുന്നേ കുറച്ചധികം വിശേഷങ്ങൾ പറഞ്ഞു. ആ വിശേഷങ്ങളൊന്ന് പ്രേക്ഷകരുമായിട്ട് പറയാവോ? എവിടെയാണ് പേര്? എന്താ ഇന്ന് വിഭവം? എന്താ? എന്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മള് കൂലിവേല ചെയ്യുന്നവരാണ്. ഇന്നെന്താ ഉണ്ടാക്കുന്നേ? എന്ത് പായസമാണ്, വെള്ള പായസം. പായസാണ്. അപ്പൊ നമുക്ക് കൂടി പ്രതീക്ഷിക്കാമോ? നമുക്കുണ്ട്. അല്ല, ഇങ്ങനെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയും. കൊടുക്കും. അപ്പൊ നാട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. അവിടെ കൊണ്ടുപോയും കൊടുക്കും. നമ്മള് വരും കുറച്ച് കഴിയുമ്പോ. വരണം വരണം. അപ്പൊ ഞങ്ങള് വെള്ളപ്പായസം പൊങ്കാല. അപ്പൊ നമ്മള് വെള്ളപ്പായസം കഴിക്കാൻ എത്തും കേട്ടോ. എത്തണം, പരമാവധി ശ്രമിക്കും. വരണം. ഇതില് വരെയും വേണം. ഞാനാണ് ഇവിടെ. അപ്പൊ ഞാൻ ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങോട്ട് വരും. വരണം വരണം. ശരി ശരി. എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്താ? എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് ഇതുപോലെ വന്ന് നിങ്ങളെയൊക്കെ കൂടെ വന്ന് കൂടി നമുക്കൊക്കെ ഒന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. അങ്ങനെ ഇതുപോലെ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് അമ്മമാർ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അല്ലെ? അത്തരത്തിൽ ഒരുപാട് അങ്ങനെ പൊങ്കാലയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഇലയടയാണെന്ന് തോന്നുന്നു. എന്താ ഉണ്ടാക്കിയത്? വിഭവം എന്താ? വിഭവം പായസം, മണ്ടപ്പുറ്റ്, എല്ലാം റെഡിയാണ്. നമ്മള് കുറച്ച് കഴിയുമ്പോ വരും കേട്ടോ. അതെ, അപ്പൊ അങ്ങനെ ഇവരെല്ലാം നല്ല തിരക്കിലാണ്. ഇതെല്ലാം കാരണം 1ഉം 2ഉം അല്ല, ചിലപ്പോൾ 10 വിഭവങ്ങൾ വരെയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഒരു കലത്തിലല്ല 100 കലത്തിൽ വരെ പൊങ്കാല ഇടുന്ന ആളുകളുണ്ട്. മറ്റൊരു കാര്യം, ഇവരെപ്പോഴാണ് വന്നത് എന്നുള്ളത് ഇന്നലെയും ഒക്കെ രാവിലെ ഒക്കെ തൊട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നവർ